ഹായ്. കമ്പനികളുടെയൊക്കെ Q3 റിസൾട്ടിന്റെയൊക്കെ അപ്ഡേറ്റുകളൊക്കെ വന്നു തുടങ്ങി. ജനുവരി ആദ്യം തൊട്ട് വരാൻ തുടങ്ങിയതാണ്. ഞാൻ കുറച്ച് ട്രാവലിങ്ങും അതേപോലെ തന്നെ നല്ല പനിയുമായിരുന്നു. സൗണ്ടൊക്കെ ശരിയായി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അപ്ഡേറ്റുകൾ തരാൻ ലേറ്റ് ആയത്. V2 റീറ്റെയിലിന്റെ അപ്ഡേറ്റ് ഓൾറെഡി വന്നിട്ട് ഒരു 3-4 ദിവസത്തിന് മുകളിലായി. നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്ന റിസൾട്ടിന്റെ അപ്ഡേറ്റ്. ഏകദേശം 57% റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ V2 റീറ്റെയിലിന്റെ. കഴിഞ്ഞ Q2 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് കുറഞ്ഞായിട്ട് തോന്നാം. Q2 86% ഉണ്ടായിരുന്നു. ഇതിപ്പം ഇയർ ഓൺ ഇയർ നോക്കിയാൽ കഴിഞ്ഞ Q3 ഈ Q3യിലേക്ക് നോക്കി കഴിഞ്ഞാൽ 57% റവന്യൂ ഗ്രോത്ത് ഉണ്ട്. പക്ഷേ അതൊരു എക്സലന്റ് നമ്പറാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ Q3യിലായിരുന്നു ഈ പറഞ്ഞ പോലെ ദുർഗാ പൂജ, അതേപോലെ തന്നെ ദീപാവലി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നിരുന്നത് Q3യിലായിരുന്നു. പക്ഷേ ഇത്തവണ നോക്കിയാൽ ദുർഗാ പൂജയൊക്കെ വന്നിരിക്കുന്ന Q2ൽ. കഴിഞ്ഞ റിസൾട്ടിൽ ദുർഗാ പൂജയുടെ ഒക്കെ എഫക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ സെയിൽസ് കുറച്ച് കൂടുതൽ വരും. അതുകൊണ്ട് തന്നെ Q2 നോക്കിയപ്പോൾ 86% റിസൾട്ട് കഴിഞ്ഞ തവണ വന്നിരുന്നു റവന്യൂ ഗ്രോത്തിൽ. പക്ഷേ ഈ Q3യിൽ അത് വരില്ല. കാരണം എന്താ വെച്ചാൽ ഇത്തവണ ദുർഗാ പൂജ കുറച്ച് നേരത്തെയായിരുന്നു. അതുകൊണ്ട് തന്നെ Q2ൽ പോയി. Q3യിലുള്ളത് ദീപാവലിയുടെയാണ് കുറച്ച്. ദീപാവലി ഇപ്രാവശ്യം കുറച്ച് നേരത്തെ കൂടെ ആയിരുന്നു. അതായത് ഒക്ടോബർ സ്റ്റാർട്ടിംഗിൽ തന്നെയായിരുന്നു, പകുതിക്ക് മുമ്പായിട്ട്